ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ഒരു കാഴ്ച കാണിക്കാനാണ്. ഇത് എൻ്റെ വീടിൻ്റെ മൂന്നാമത്തെ നിലയിലെ ടെറസിലെ കാഴ്ചയാണ്. ഇത് നാഗവള്ളി മുല്ല, ക്രിസ്മസ് മുല്ല, ഡിസംബർ മുല്ല, അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുന്ന ഒരു മുല്ലയുടെ വള്ളിയാണ്. എൻ്റെ അച്ഛനത് 18 വർഷം മുമ്പ് വീട്ടിൽ നട്ടതാണ്. പക്ഷേ ഒരു 5 വർഷത്തെ ഇവിടെ ഒന്നും പൂവൊന്നും ഉണ്ടായില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ഡിസംബറിൽ ഇത്തിരി മുല്ല പൂ തുടങ്ങി. പിന്നെ കൊല്ലം കൂടുന്തോറും ഈ വള്ളി കൂടുതൽ വളരാനും തുടങ്ങി, പൂക്കൾ കൂടുതൽ ഇങ്ങനെ എന്താ പറയുക അന്താളിച്ചുണ്ടാവാനും തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു വള്ളിക്കുടിൽ സെറ്റപ്പ് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ കൊല്ലത്തിൽ 11 മാസം വീട്ടിന് നല്ല തണുപ്പും, ബാക്കി ഒരു മാസത്തിൽ കുറച്ച് ദിവസം മാത്രം ഇങ്ങനെ പൂക്കാലം ഉണ്ടാവും. ഇതൊരു കുഞ്ഞു മുല്ലയാട്ടോ, നേരത്തെ കണ്ടിട്ടുണ്ടാവും. രാവിലെ ഉണ്ടായി വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഒന്ന് വാടിപ്പോവും. രാവിലെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകളും കുഞ്ഞു ചെറുതേനീച്ചകളൊക്കെ ഉണ്ടാവും. നല്ല മണമായിരിക്കും. രാവിലെയാണ് കേട്ടോ ബെസ്റ്റ് കാണാൻ വരാൻ. പിന്നെ കുറച്ച് ഞങ്ങൾ കഴിയുമ്പോൾ ഭയങ്കര വെയിലും ഇതൊക്കെ ആകുമ്പോൾ നമുക്കും വേഗം വള്ളിക്കൂടിനുള്ളിൽ കയറാൻ തോന്നും. ഇതിൻ്റെ പല കാഴ്ചകളാണ് കാണുന്നത്. ഇത് ഞാൻ വൈകുന്നേരം എടുത്ത വീഡിയോ ആയതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്. അതാണ് കുറച്ചൊരു മഞ്ഞ കളറുള്ളത് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ തായ് വേര്. ഇങ്ങനത്തെ ഒരു കുഞ്ഞു വള്ളി അച്ഛനവിടെ കൊണ്ടുവന്ന് ആ കാണുന്ന ആര്യവേപ്പ് മരത്തിൻ്റെ മുകളിൽ കയറ്റി വിട്ടതാണ്. പിന്നെ അതങ്ങ് വല്ലാണ്ട് വളർന്നു. അടുത്ത് കാണുന്ന മദ്രാസ് മുല്ലേനെയും മാവിനിൻ്റെ മുകളിലേക്കൊക്കെ കയറി. അങ്ങനെയാണിത് ഇത്രയും വലിയൊരാളായി മാറിയത്. പിന്നെ ഇതൊരു മഞ്ഞ് കാലത്താട്ടോ മെയിൻലി ഉണ്ടാവാത്തതാണ്, ഡിസംബറിൽ ഉണ്ടാകുന്ന മഞ്ഞും വെയിലുമാണ് ഇതിന് വേണ്ടത്. മഴ ഇതിനത്ര നല്ലതല്ല. പിന്നെ ഇത് കാണാൻ പല നാട്ടിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്, അറിയുന്നവരും അറിയാത്തവരും ഒക്കെ. ഞങ്ങളിതിൻ്റെ ചെടി നല്ല ചട്ടിയിൽ മണ്ണും വളമൊക്കെ ഇട്ട് വളർത്തുന്നുണ്ട്. അത് വിൽക്കണമുണ്ട് 100 രൂപയ്ക്ക്. അപ്പോൾ എല്ലാവരും ഇവിടെ കാണാൻ വരിക, ആസ്വദിക്കുക. ബൈ.